വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൂക്കളം, ഓണസദ്യ മുതലായവയിൽ ഒതുക്കി മഞ്ചേരി ഏറനാട് താലൂക്ക് ഓഫീസിലെ ഇത്തവണത്തെ ഓണാഘോഷം. ഏറനാട് താലൂക്ക് ഓഫീസ് സ്റ്റാഫ് കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. ജീവനക്കാരുടെ നേതൃത്വത്തിൽ രാവിലെ ഓഫീസിൽ മനോഹരമായ പൂക്കളം ഒരുക്കിയിരുന്നു. ഏറനാട് താലൂക്ക് ഓഫീസിന് കീഴിൽ 23 വില്ലേജ് ഓഫീസുകളാണുള്ളത്. എല്ലാ വർഷവും വിപുലമായ രീതിയിൽ ഓണാഘോഷം സംഘടിപ്പിക്കാറുണ്ടെങ്കിലും ഇത്തവണ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ചുരുക്കുകയായിരുന്നു. ഉച്ചയോടെ വിളമ്പിയ വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് 140ഓളം പേർ പങ്കെടുത്തു. ഏറനാട് താലൂക്ക് ഓഫീസിലെ എല്ലാ വർഷവും 23 വില്ലേജുകളാണ് ഏറനാട് താലൂക്കിന്റെ കീഴിലുള്ളത്. അതുപോലെ താലൂക്ക് ഓഫീസിൽ 65ഓളം ജീവനക്കാരുണ്ട്. വില്ലേജ് ഓഫീസും മൊത്തം ഒരു 200ഓളം ജീവനക്കാരുണ്ട്. ഇവരുടെ ഒരുമിച്ച് ഒരു വിപുലമായ രീതിയിൽ ഓണാഘോഷ പരിപാടികൾ നടത്താറുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മുടെ വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് മത്സരങ്ങളൊക്കെ ഒഴിവാക്കി ഓണസദ്യയും അതേപോലെ ഒരു ജനറൽ പൂക്കളവും ആയിട്ട് ഇന്ന് ഓണം ആഘോഷിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവരും കൂടിയിരുന്ന് ഉള്ളൊരു പ്രോഗ്രാം എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് നിൽക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നല്ലൊരു ഇതായിട്ട് ആണ് കാണുന്നത്. ആഘോഷ പരിപാടികൾക്ക് തഹസിൽദാർ എം മുകുന്ദൻ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds.